ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു ചെറിയ ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ അയക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ ഡൗൺഫോളിന് പറ്റിയൊരു ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു പി സൈഡ് ട്രേഡ് എടുക്കാൻ വേണ്ടിയാണ് ആലോചിക്കുന്നത്. ബാങ്ക്സും എല്ലാം പോസിറ്റീവാണ്. മുമ്പത്തെ ഗ്രീൻ ഗ്രാഫ് കൊണ്ട് എല്ലാം പോസിറ്റീവാണ്. പക്ഷേ നമുക്കൊരു പി സൈഡ് ട്രേഡ് തന്നെ നമുക്ക് നോക്കാം. നിഫ്റ്റി എന്തായാലും ഒരു ഫസ്റ്റിന് ഡൗൺ മൂവ് ആണ് കാണിക്കുന്നത്. നമുക്ക് ഈ ക്യാൻഡിലൊന്ന് ക്ലോസ് ആയതിനു ശേഷം നോക്കാം. എനിക്ക് തോന്നുന്നു നിഫ്റ്റിയേക്കാളും കുറച്ച് ഇന്ന് എളുപ്പം ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഡേ ആണല്ലോ. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു പെട്ടെന്നൊരു ട്രേഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയിലെ ആൾക്കാർ ഏതെങ്കിലും പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യും. നിഫ്റ്റി ഫ്യൂച്ചർ ഗ്രീൻ ക്യാനിലാണ് കാണിക്കുന്നത്, നിഫ്റ്റി സ്പോട്ട് റെഡ് ക്യാനിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സ്പോട്ടും ഫ്യൂച്ചറും രണ്ടും നോക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഓപ്ഷൻ ചാർട്ടും ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ട്രേഡിൽ എൻട്രി ആവും. കാരണം നമ്മൾ ശരിക്കും ട്രേഡ് ചെയ്യുന്നത് ഓപ്ഷൻസാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്കെപ്പോഴും നമ്മൾ ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡേഴ്സാണല്ലോ. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം എൻട്രി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലെവൽസ് വെച്ച് സ്പോട്ട് ചാർട്ട് ലെവൽസ് വെച്ചിട്ട് എൻട്രി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ സ്പോട്ട് തന്നെ ആയിരിക്കണം. നമ്മുടെ എൻട്രിയും എക്സിറ്റും പ്രോഫിറ്റ് ബുക്കിങ്ങും എസ്എലും എല്ലാം സ്പോട്ടായിരിക്കണം. നമ്മൾ എന്താണോ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അത് റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ചെയ്യാവുന്നത്. ഓരോ ദിവസം നമ്മൾ വേറെ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്കെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും. ഈ ക്യാനിൽ ഒന്ന് ക്ലോസ് ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. കാരണം നമ്മൾ ഇന്നൊക്കെ തിരക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ട്രാപ്പായി പോകും. കാരണം നമുക്കൊരു പോസിറ്റീവ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 200 EMIയുടെ മുകളിൽ പോയതിന് ശേഷം നമുക്കൊരു പോസിറ്റീവ് ട്രേഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിന് താഴത്ത് നമ്മൾ ഒരു പോസിറ്റീവ് ട്രേഡ് എൻട്രി എടുക്കാതിരിക്കുക നല്ലത്. അത് ബ്രേക്ക് ചെയ്ത് RSI ബ്രേക്ക് ചെയ്ത് പോയി റിട്രേസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ട്രേഡ് എടുക്കാം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഒരു നെഗറ്റീവ് ട്രേഡിനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഓപ്പണിങ്ങും അത്ര പോസിറ്റീവായിട്ടല്ല. കാരണം സെല്ലേഴ്സിൻ്റെ SL ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ പോസിറ്റീവായിട്ട് ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പൺ ആയാൽ മാത്രമേ സെല്ലേഴ്സ് എക്സിറ്റ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ അവരോട് ഇരിക്കും. അവർ ഇത് കുറച്ചും കൂടെ താഴത്തോട്ട് പുഷ് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. കൊണ്ടുവരാനേ ശ്രമിക്കുകയുള്ളൂ. പിന്നെ ഓവറോൾ സെൻറ്റിമെൻറ്റ്സും മാർക്കറ്റിൽ നെഗറ്റീവാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പി സൈഡ് പൊസിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഞാൻ ആക്ച്വലി ഇന്ന് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ നിഫ്റ്റിയിൽ ചിലപ്പോൾ നമുക്ക് ഡിസസീവ് മൂവ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കാരണം ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെയും നല്ല സ്പോട്ടിലാണ് ഓപ്പൺ ആയേക്കുന്നത്. താഴത്തോട്ട് വരാൻ പാകത്തിലുള്ള സ്പോട്ടിലാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയേക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി. ഇനി സെക്കൻഡ് ക്യാൻഡിൽ കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ചെറിയ മൂവ് കിട്ടിയാൽ മതി. കാരണം ഇന്ന് ക്ലോസിങ് ആയതുകൊണ്ട് പ്രീമിയം പെട്ടെന്ന് കയറും. അതേപോലെ തന്നെ പ്രീമിയം പെട്ടെന്ന് കുറയുകയും ചെയ്യും. രണ്ട് സംഭവിക്കാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊരു ട്രേഡ് കിട്ടും നോക്കാം. ഒരു പി സൈഡ് ട്രേഡ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഒരു ക്വിക്ക് സ്കാൽപ്പ് നമുക്ക് നോക്കാം. കാരണം ബാങ്ക് നിഫ്റ്റി സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മുടെ 20 EMI ബ്രേക്ക് ചെയ്തു. സെക്കൻഡ് ക്യാൻഡിൽ 20 EMI ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അങ്ങനെ ആ തേർഡ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി ഞാൻ എന്തായാലും ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നോക്കാം. എൻട്രി എടുത്ത പിന്നെ അത്യാവശ്യം പ്രോഫിറ്റ് തന്നെയാണ് നമ്മുടെ ട്രേഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പാർഷ്യൽ ചെറിയൊരു ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു മാർക്കറ്റ്. നല്ല പോയിന്റിലാണ് എക്സിറ്റ് ചെയ്തത്. പക്ഷേ
നമ്മൾ ഉദ്ദേശിച്ച പോയിൻ്റ് കിട്ടിയില്ല. മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരുന്നു. 5000 വരെയൊക്കെ പ്രോഫിറ്റ് പോയ സാധനം ചെയ്യണ്ട ബ്രേക്ക് ഈവനിലെത്തി. എന്നാലും അങ്ങനെ ലോസ് എന്ന് പറയാനായിട്ടില്ല. നമ്മൾ വലിയ പ്രശ്നമില്ല. ഒരു 3000, 4000, 5000 ഒക്കെ ലോസ് കാണിച്ചു. ഒരു 5000 ലോസിൽ പോയ സാധനം വീണ്ടും 5000 ലോസിൽ കാണിച്ചു. പിന്നെ 5600, 8000, 9000, 10, 11, 12 വരെ നമ്മുടെ പ്രോഫിറ്റ് പോയി. 15, 16 ഞാൻ എന്തായാലും എക്സിറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി നമ്മൾ എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് വല്ലാണ്ട് കുറഞ്ഞു. 9000 റുപ്പീസായി, ക്ലോസ് ടു 9000 റുപ്പീസ്. ഇതിനെ എടുത്ത ലോജിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സെക്കൻഡ്, തേർഡിൻ്റെ ഹൈ എത്തിയപ്പം തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ ഞാൻ എൻട്രി ചെയ്തു. തേർഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാറായപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഡൗണിൽ എക്സിറ്റ് ചെയ്തു. അത് വളരെ സിമ്പിൾ ട്രേഡായിരുന്നു. ഒരു സിംഗിൾ ക്യാൻഡിൽ 3 മിനിറ്റ്സ് സിംഗിൾ ക്യാൻഡിലകത്ത് ഉള്ള എൻട്രിയും എക്സിറ്റും ആയിരുന്നു. അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഇന്നിനി ഞാൻ വേറെ ട്രേഡൊന്നും എടുക്കുന്നില്ല. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.